ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സമാസ് വ്ലോഗ്. അപ്പം നമ്മളെന്താ കത്തി മുടിച്ച സംശയമുണ്ടോ? നോക്കൂ, ഇപ്പം കാപ്പടിയിലേക്കാണ് നോക്കാം. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നമ്മളെ വല്യപ്പാൻ തൊട്ട് നമ്മൾ 2-3 ദിവസം നോക്കലൊന്നുമില്ല. സ്കൂൾക്ക് പരീക്ഷ നോക്കിയപ്പോൾ നോക്കലൊന്നുമില്ല. അപ്പോൾ അതാ കാട് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് വെട്ടി ഷേപ്പാക്കാം. നട്ടു ചേട്ട സമയത്ത് ഞാൻ രാവിലെ കുളിച്ചാൽ തന്നെ തോന്നൂല. ഇപ്പോൾ കണ്ടില്ലേ, കുളിച്ചാത്ത പോലെ ആയിക്കണു. നമ്മുടെ താത്ത കണ്ടോ, കുളിച്ചാതെ അവിടെ നിൽക്കണു. അവിടെ കുളിച്ചാൽ പറഞ്ഞോളെ എനിക്കൊന്നും ബജാറിന് അങ്ങോട്ട് തിരിഞ്ഞു പോയിക്കാളൂ. എളുപ്പം അപ്പം മുകളിലുണ്ടാവും ക്യാമറമാൻ ഞാൻ തന്നെയാണ് കേട്ടോ. അത് ഞാൻ വരുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ കാണിച്ചു തരാൻ നിൽക്കുവാണെങ്കിൽ അവൾ കാണിച്ചു തരാനായിട്ടില്ല. അപ്പം നമുക്ക് എന്നാലും വെട്ടിച്ചിരിക്കാം. ഉമ്മയും മകളും കഠിനാധ്വാനിയായി പണിയെടുക്കുമ്പോൾ നമ്മളിതാ പൂവുമായി നിൽക്കുന്നു. നമ്മൾ എവിടെ പോയാലും വരുന്ന വയോള എന്താ ഇവിടെയും വന്നിട്ടുണ്ട്. വെട്ടുന്നതിനിടയിൽ ചേമ്പ് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾ കാണുന്നത്. ചേമ്പ് വെട്ടി കാണില്ല. ചേമ്പിട്ടല്ലേ പാണ്ട. ചേമ്പ് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയനോട് മാറി ചേമ്പ് വെട്ടല്ലേ എന്നാണ് ഇപ്പം നിങ്ങൾ പറയുന്നത് കേട്ടത്. പോയോള വന്നിട്ടുണ്ട്. കൊഞ്ചി പണ്ടുന്ന സമയമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. പാമ്പ് പറഞ്ഞപ്പോൾ പണ്ടിതാട്ടോ. നമ്മൾ ഇതൊരു ക്ലീൻ ചെയ്യുന്ന വീട് നമ്മൾ ആദ്യം ഒരു വട്ടം ഇട്ടിരുന്നു. അപ്പോൾ തൊട്ട് അതും നമ്മൾ നടണ ഇതൊക്കെ ഇത് നടണമൊക്കെ നമ്മൾ ഇട്ടിരുന്നു. അപ്പോഴത്തെ ഡിഫറൻസും ഇപ്പോഴത്തെ ഡിഫറൻസും നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ഏതായാലും ഒരു വൃത്തിയാക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ പരിപാടി കഴിഞ്ഞ് വരാം. ഇതൊക്കെ ഒരു ലീഫ് നമുക്ക് എടുക്കാം. ഈ ഇല നേരെ നോക്കിക്കോളി. താത്താനെ മേത്ത് ഇപ്പം കത്തി ഉണ്ടാകാറുണ്ട്. പോണ സമയമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശൂന്യമായ ഓലോടെ പണിയെടുക്കട്ടെ. അപ്പം നമുക്കിവിടെ അടക്കപ്പായൊക്കെ ഉണ്ടായിക്കണമെന്ന് നോക്കാം. നമ്മളിപ്പോൾ നാളെ കണ്ട സെയിം വലുപ്പം തന്നെ ഉള്ളൂ. ഇതിനൊക്കെ അതുപോലെ സെയിം ആണ്. ഇവിടെ ഒരു മൂച്ചിത്തൈ ഉണ്ട്. ഇവിടെ നമ്മളെ അരിനെല്ലിക്ക കണ്ടോ, അരിനെല്ലിക്ക മരമുണ്ട്. നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമ്മൾ തെങ്ങ് വായ അങ്ങോട്ട് പോകണം. നമ്മൾ ഫ്രാഷ് ഫുട്ടുണ്ട്. അപ്പം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ എന്നാന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. നമ്മൾ പുസ്തക പൂജക്കാട് ഇത് കൂടി നോക്കിയാലും അവരെ കാണും. ഇവിടെ നല്ല കാട് പിടിച്ച് കിടക്കാം കേട്ടോ. അപ്പം അതാണ് നമ്മൾ ക്ലീൻ ചെയ്യണേ. ഇവിടെ നമ്മളെ കുളം നോക്കി ആകെ എന്തോ അയക്കണം. ഇത് നമ്മളെ ഫ്രാഷൻ ഫുഡുണ്ടായത് കാണിച്ചു തരാം. കണ്ടു കണ്ടു കണ്ടു. ഇവിടെ നമ്മളെ മുളക് മരം. ഇന്നലെ നമ്മുടെ റോസാപ്പൂ ഉണ്ടായിരുന്നു. അപ്പം നോക്കട്ടെ ഉണ്ടോ, വാടി കൂടെ നോക്കാം. വൈറ്റ് റോസ് ഉണ്ട് അവിടെ.
ഇതിലൂടെ നമ്മൾ താറാവ് മുകളിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പലതരം പയർ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണിച്ചിടാം. ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാറിയല്ലോ. ഇതൊക്കെ നമ്മൾ നടായിരുന്നു. ഓടൊക്കെ നമ്മളെ നീണമി ലക്ഷ്മിയൊക്കെ പൊട്ടിച്ചു. നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ സ്വന്തം ക്യോങ്കയുടെയും ചമയുടെയും നമുക്ക് അടുത്തായി കാണുന്നത് നമ്മുടെ മനസ്വന്തം പറയൂ ചെറിയ കൃഷിയിടം കണ്ടില്ലേ? ചെടിത്തോട്ടമാണ്. പക്ഷെ അതിനടിയിൽ നമ്മൾ കുറച്ച് വൈതരങ്ങി അതൊക്കെ കുഴിച്ചിട്ടും ചെയ്തു അല്ലേ? ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഇതിൻ്റെ ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സ്ക്വയർ കാണുന്നില്ലേ? വെറുതെ ഒരു ഷോക്ക് വേണ്ടിയിരിക്കണ ഫ്ലവർ ഇല്ലേ, അതാണിത്. ഇതൊരു ചെടിയാണ്, എന്താ പേര് എനിക്കറിയില്ല. ഇത് പിന്നെ അതേപോലെ ചെടി. ഇത് മല്ലിച്ചപ്പ്. സോറി, തൊട്ട് കാണിച്ചെടുക്കേ, കാണില്ല. അതിനെ വിട്ടാ കോയിനെ പിടിച്ച് കുത്തി കാണും. എന്താ ഇത് നമ്മൾ കുരുമുളക്, വഴുതന കണ്ടിട്ടുണ്ട്. ഇനി വാ വെറൈറ്റി കാണിച്ചു തരാം. വരി കറ്റാർ വാഴ. ഇത് നോക്കൂ, ഇതിലിട്ട് വെറൈറ്റി കാണിച്ചു തരാം. ഇതവിടെ വഴുതന ഇട്ടിട്ടുണ്ട്. ഇതാ വെറൈറ്റി ആയിട്ട് നമ്മളമ്മ ചക്രത്തിൽ നട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി നമ്മളെ കിയോൻ കേട്ടോ. പറയൂ, ആർക്കും മടിയേക്കണേ കേട്ടോ, പറയുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ. കിയോങ്ക തൊട്ടാട്ട് കൊടുക്കൂ. കാണിച്ചു കൊടുക്കണേ. ഓക്കെ, ബൈ.